എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ സിസ്റ്റർമാർക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. എന്നാൽ പരക്കെ എന്താ പറയുക, ഈ തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള ആൾക്കാരൊക്കെ എന്താണ് ഇപ്പോൾ പെന്തക്കോസ്തുകാർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഈ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന സ്ത്രീ ആദ്യം കന്യാസ്ത്രീകൾക്കെതിരെയായിരുന്നു. ഇപ്പോൾ വേണ്ട ഒരു പാസ്റ്ററിനിട്ട് അടിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടു അല്ലേ? അതൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം എന്താണ് നമ്മളുടെ ഇവിടെ എന്താ പറയുക, നമ്മുടെ വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ തന്നെ ബജറംഗ് ദൾ പ്രവർത്തകരും ഒരു പാസ്റ്റർമാരോടൊക്കെ പറയുന്നു, നിങ്ങൾ ഇനി ഏതെങ്കിലും ഒരു ഹിന്ദു വീടുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇനി അടിയും ഇടിയുമൊന്നുമല്ല, നിങ്ങളുടെ കാല് വെട്ടുമെന്നൊക്കെ ഇവർ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഭയങ്കര വെല്ലുവിളിയുമായിട്ടാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതാണ് ഇവരെ ഇത്രമാത്രം ചൊടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഈ രണ്ട് വീഡിയോയും കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ചിരിയാണ് വന്നത്. കാരണം എന്താണെന്നറിയാവോ? ഈ സ്ത്രീ, അതായത് ഈ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന സ്ത്രീ ഇങ്ങനെ ഒരു പാസ്റ്ററിനായിട്ട് അടിക്കുന്നു. എന്നിട്ട് അപ്പോൾ എനിക്ക് മനസ്സിൽ വന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഇത്രയും കിടന്നുകൊണ്ട് ഇവർ കളിക്കുന്നുണ്ട്. നാളെ ഇവർക്ക് ആയുസ്സുണ്ടോ ഇല്ലയോ എന്ന് ആര് തീരുമാനിക്കണം? ദൈവം തീരുമാനിക്കണം അല്ലേ? ഇന്ന് ആ ദൈവദാസനെ അടിച്ച് അവരുടെ കൈ നാളെ പൊങ്ങണോ വേണ്ടയോ എന്ന് ആര് തീരുമാനിക്കണം? ഉടയവൻ തീരുമാനിക്കണം. അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് കേട്ടോ. കാരണം എന്താണ്, നമ്മൾ വെല്ലുവിളിക്കുമ്പോൾ ഓർക്കുക, നാളത്തെ നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് നമ്മുടെ ഇവിടെ വന്നിരിക്കുകയാണ്. വയനാട്ടിൽ കാല് വെട്ടുമെന്ന് പറഞ്ഞ വ്യക്തികൾ ഇതേ അവസ്ഥ തന്നെയാണ്. കാല് വെട്ടുവാണെങ്കിൽ എന്ത് പിടിക്കണം? വടിവാൾ പിടിക്കണം അല്ലേ? അപ്പോൾ ഈ വടിവാൾ പിടിക്കാൻ നാളെ കൈ ഇവൻ്റെ പൊങ്ങുമെന്ന് ആർക്കറിയാം? അല്ലെങ്കിൽ ഇവൻ്റെ ആ കൈ എവിടെ ഉണ്ടാകുമെന്ന് ആർക്കറിയാം? അതൊക്കെ ആര് തീരുമാനിക്കണം? ദൈവം തീരുമാനിക്കണം. ഇനി അവൻ ജീവനോടെ ഉണ്ടാകുമെന്ന് ആര് തീരുമാനിക്കണം? ദൈവം തീരുമാനിക്കണം. അപ്പോൾ അതുകൊണ്ട് വെല്ലുവിളിക്കുമ്പോൾ നാളത്തെ കാര്യം കൂടെ തീരുമാനിക്കാൻ നിങ്ങൾക്കൊരു കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഈ പെന്തക്കോസ്തുകാരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ വെല്ലുവിളിക്കാൻ പോകാവുള്ളൂ എന്ന ഒരു ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ ഞാനിവിടെ നടത്തുകയാണ്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയത്തിലോട്ട് വരുന്നത്, നമ്മൾ എല്ലാവരോടും സുവിശേഷം പറയാൻ പോകണം അല്ലേ? ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് ലോകത്തിൻ്റെ അറ്റത്തോളവും സുവിശേഷം പറയണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതേ വചനത്തിൽ തന്നെ നമ്മൾക്കറിയാം, ചില സ്ഥലങ്ങളിലോട്ട് പോകരുതെന്ന് ദൈവാത്മാവ് വിലക്കുന്ന ചില സന്ദർഭങ്ങൾ നമ്മൾക്ക് വിശുദ്ധ ബൈബിളിനകത്ത് കാണുവാനായിട്ട് കഴിയും അല്ലേ? പൗലോസിനെയൊക്കെ വിലക്കുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും രക്ഷിക്കപ്പെടണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. പക്ഷേ എല്ലാവരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമെന്നുണ്ടോ? ഇല്ല. ജാതികളുടെ ഒരു പൂർണ്ണ സംഖ്യയുണ്ട്. ആ പൂർണ്ണ സംഖ്യ തികഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ദൈവം പുത്രനോട് പറയും, നിന്റെ മണവാട്ടി സഭയെ കൂട്ടിക്കൊണ്ടു വന്നോളാൻ പറയും അല്ലേ? അപ്പോൾ ഓർക്കുക, എല്ലാവരെയും ഒന്നും ദൈവം കണ്ടിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചുമ്മാ കാളം പൂളം നടന്ന് സുവിശേഷീകരണം നടത്തുകയല്ല വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇപ്പോൾ പൗലോസുമൊക്കെ അങ്ങനെയാണ് ചെയ്തതല്ലേ? അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ സ്ഥലത്തോട്ടും പോകുന്നത്. അപ്പോഴാണ് അവരോട് ഇന്ന സ്ഥലത്ത് പോകരുതെന്ന് പറഞ്ഞ് അവരെ വിലക്കിയത്. അപ്പോൾ അതുപോലെ നമ്മൾ ഇറങ്ങുമ്പോൾ പാസ്റ്ററിനെ പ്രീതിപ്പെടുത്താനോ അല്ലെങ്കിൽ ആൾക്കാരെ പ്രീതിപ്പെടുത്താനോ ആയിട്ടോ നമ്മൾ കുറച്ച് ട്രാക്റ്റും എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്, ദൈവമേ ഞാൻ ഇന്ന സ്ഥലത്തോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു, അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് നമ്മൾ ദൈവത്തോട് ചോദിക്കണം. അപ്പോൾ ദൈവം അവിടെ ആരെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളോട് പറയും, തീർച്ചയായിട്ടും അങ്ങോട്ട് പോകാൻ പറയും. അല്ലാത്ത സ്ഥലങ്ങളിലോട്ട് നമ്മളെ പോകണ്ട എന്ന് പറയും. ഇനി ദൈവം ഒരു സ്ഥലത്തോട്ട് നമ്മളെ അയച്ചിട്ട് നമ്മൾ അവിടെ ചെന്ന് എന്ത് വിഷയങ്ങൾ സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം ആരെടുക്കും? ദൈവം ഏറ്റെടുക്കും. എന്നാൽ ദൈവം അയക്കാത്ത സ്ഥലത്തോട്ട് നമ്മൾ പോയിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ദൈവമേ അങ്ങ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇനി അടുത്തത്, ചില സ്ഥലങ്ങളിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലേ, അതും നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം അതൊക്കെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് അല്ലേ? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കണമെന്ന് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചില സ്ഥലങ്ങളിലൊക്കെ എന്തൊക്കെയാണ് അവിടുത്തെ റൂൾ, ആ റൂൾ പ്രകാരം നമ്മൾ നീങ്ങണം. ഇനി ഒരാളോട് സുവിശേഷം പറഞ്ഞാൽ മാത്രമേ അവർ രക്ഷിക്കപ്പെടത്തുള്ളൂ? അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ അനുഭവം പറയുവാണെങ്കിൽ, എന്നോട് ഒരു വ്യക്തികളും സുവിശേഷം പറഞ്ഞിട്ടില്ല. ഒരു പെന്തക്കോസ്തുകാരനെയും രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ ഞാൻ കണ്ടിട്ടില്ല. എന്നോട് സുവിശേഷം പറഞ്ഞിട്ടില്ല. ഞാനായിട്ട് തന്നെ ഒരു പെന്തക്കോസ്ത് ചർച്ച ആണെന്നും വിചാരിച്ചിട്ടല്ല, എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കൂട്ടത്തിൽ ചുമ്മാ ഭാവി അറിയാൻ വേണ്ടിയിട്ട് ഒരു സഭയ്ക്കകത്ത് കയറിയതാണ്. അപ്പോഴാണ്, കേരളത്തിന് വെളിയിലാണ്. അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ കുറേ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് പെന്തക്കോസ്ത് സഭയാണെന്ന് പോലും മനസ്സിലായത്. കാരണം അവിടെ ആഭരണം ഇടുന്നവരുമുണ്ട്, ഇടാത്തവരുമുണ്ട്, എല്ലാ വകുപ്പിലുള്ള ആൾക്കാരും ഉണ്ട്.
എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ അവിടുന്ന് ദൈവം എന്നോട് സംസാരിച്ച് അവർ വിശ്വാസത്തിലേക്ക് വരുവാൻ ദൈവം ഇടവരുത്തി എന്നുള്ളതാണ് ഇതിനകത്തെ സത്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ സുവിശേഷം പറഞ്ഞാൽ മാത്രമേ ഒരാൾ രക്ഷിക്കപ്പെടത്തുള്ളൂ എന്നൊന്നുമില്ല. നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും ദൈവം കണ്ടിട്ടുള്ളവനെ ദൈവം കൊണ്ടുവരും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അത് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് നമ്മൾ ചെയ്യാവുള്ളൂ. ഇനി ചില സ്ഥലങ്ങളിൽ വിലക്കുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോകണ്ടെന്നേ. പകരം എന്ത് ചെയ്യണം? പകരം നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റുമല്ലോ. നമ്മുടെ പ്രാർത്ഥനയെ ആരും മൂടിക്കെട്ടത്തൊന്നുമില്ലല്ലോ. നമ്മൾക്ക് കുടുംബത്തിനകത്തിരുന്ന് നമ്മൾക്ക് കഥ കടച്ചിരുന്ന് നമ്മളുടെ റൂമിലിരുന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ ആരുടെയും അനുവാദത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ആ പ്രാർത്ഥനയിലൂടെ നമ്മൾക്കൊരു വ്യക്തിയെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയും. ഇതൊക്കെ നമ്മളൊന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കേണ്ടതും കൂടെ വളരെ അത്യാവശ്യമാണ്. ഇനി അടുത്തത് ഓർക്കുക, ചിലർ ആ സ്ത്രീ, ആ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന സ്ത്രീ ഒരു പാസ്റ്ററിനെയൊക്കെ അടിക്കുന്ന കണ്ടപ്പോൾ അതിൻ്റെ ആ വീഡിയോയുടെയൊക്കെ അടിയിൽ വന്നിട്ട് പറയുകയാണ്, ഇവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇവർ ദൈവത്തിൻ്റെ ഭാഗത്തോട്ട് വരുമെന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും നമ്മൾക്കറിഞ്ഞുകൂടാ. കാരണം നമ്മളുടെ ദൈവത്തിന് ഒരു സ്വഭാവം കൂടിയുണ്ട്. അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് തന്നെ ആവശ്യമാണ് കേട്ടോ. കാരണം പലപ്പോഴും നമ്മൾ ദൈവത്തോട് പല വിധത്തിൽ നമ്മൾ പ്രാർത്ഥന നടത്താറുണ്ട്. നമ്മൾക്കറിയാം, ഒന്ന് ശമൂവേൽ എന്താ പറയുക 22-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം, 2 ശമൂവേൽ അതിൻ്റെ 22-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിനകത്തും ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ദയാലുവോട് ദൈവം ദയാലുവാകുന്നു. അത് ദാവീദിൻ്റെ ഒരു ഇതല്ലേ. ദാവീദ് അങ്ങ് ദൈവത്തെ പാടി സ്തുതിച്ചതാണ്. എന്തുകൊണ്ടാണ് പാടി സ്തുതിച്ചത്? ദാവീദിന് ശമൂവേലിൻ്റെ കയ്യിൽ നിന്നും അങ്ങനെ എല്ലാ ശത്രുക്കളിൽ നിന്നും ദൈവം ദാവീദിന് ജയം കൊടുത്തപ്പോൾ ദാവീദ് ദൈവത്തെ പാടി സ്തുതിച്ചത്. അപ്പോൾ അത് ദാവീദിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ദാവീദ് പാടിയിരിക്കുന്നത്. ദാവീദ് അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്താ പറഞ്ഞിരിക്കുന്നത്? നീ ആരാണ്? ദൈവം ആരാണ്? ദയാലുവോട് ദയാലുവാകുന്നു. ദൈവം കരുണയുള്ളവരോട് കരുണാമയനാകുന്നു. പിന്നെ എന്താണ്? നീ വക്രനോട് വക്രനാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കനാകുന്നു. അത് ദൈവത്തെക്കുറിച്ച് അറിഞ്ഞ ഭക്തൻ പാടിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓർക്കുക, വക്രനോട് വക്രനായ ഒരു ദൈവവുമുണ്ട്. അപ്പോൾ ഓർക്കുക, വക്രത കാണിച്ച് നടക്കുന്നവരോടും ദൈവവും വക്രത തന്നെ കാണിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല കേട്ടോ. പകരം എവിടെയാണ് മാറിയിരിക്കുന്നത്? നിയമം, പുതിയ നിയമവും പഴയ നിയമവും വന്നു. പക്ഷേ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല. ദൈവം പണ്ടും കരുണാമയനായ ദൈവം തന്നെയാണ്, ഇന്നും കരുണാമയനായ ദൈവം തന്നെയാണ്. പണ്ടും ദൈവം വക്രനോട് വക്രത കാണിക്കുന്ന ദൈവം തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. അതിനകത്ത് ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയണം കേട്ടോ. അതുകൊണ്ട് ഇത് നമ്മൾക്കും കൂടി ഒരു പാഠമാണ്. എന്താണ്? നമ്മളെപ്പോഴും പലപ്പോഴും പറയുമല്ലോ, ഏതെങ്കിലുമൊക്കെ കുരുത്തക്കേട് നമ്മൾ ചെന്ന് ഒപ്പിച്ച് വെച്ചിട്ട് നമ്മൾ ദൈവത്തോട് പറയും, കർത്താവേ അങ്ങ് എനിക്ക് വേണ്ടി നീതി ഒന്ന് നടത്തി തരണം, അങ്ങയുടെ നീതി ഇവിടെ വെളിപ്പെടണം. നിൻ്റെ ഭാഗത്ത് നീതിയുണ്ടോ? ഇപ്പം ഞാനാണ് പറയുന്നെങ്കിൽ എൻ്റെ ഭാഗത്ത് നീതിയുണ്ടോ? എൻ്റെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിലേ ദൈവത്തിൻ്റെ നീതി എനിക്ക് വേണ്ടി വെളിപ്പെടുത്തുള്ളൂ. അല്ലാതെ ഞാൻ ചെന്നിട്ട് വേറെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു വെച്ചിട്ട് ദൈവം എനിക്ക് വേണ്ടി നീതി നടത്തി തരണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഒറ്റ എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ ഒരു വ്യക്തിയെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ ഞാൻ ഒരു വ്യക്തിയെ ചുമ്മാ പോയിട്ട് ഒരു കാരണവുമില്ലാതെ ഒരു വ്യക്തിയെ ഞാൻ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ ഞാൻ ഒരു വ്യക്തിയെ അടിച്ചു. എന്നിട്ട് തിരിച്ചെനിക്ക് 2 ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും കൊണ്ടവൻ തിരിച്ചിങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട്, ദൈവമേ എനിക്ക് വേണ്ടി അങ്ങ് നീതി നടത്തണം, അവൻ എന്നെ അടിച്ചത് കണ്ടോ, എനിക്ക് വേണ്ടി നീതി നടത്തണം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഞാൻ അങ്ങോട്ട് ചെന്ന് അടിച്ചിട്ടാണ് എനിക്കിട്ട് തിരിച്ച് കിട്ടിയതല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലും നമ്മളൊന്ന് ദൈവത്തോട്, ദൈവമേ അങ്ങ് എനിക്ക് വേണ്ടി നീതി നടത്തി തരണമേ എന്ന് നമ്മൾ പറയുന്നതിന് മുൻപേ എന്ത് ചെയ്യണം? നമ്മുടെ ഭാഗത്ത് നീതി ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം നമ്മൾക്ക് വേണ്ടി നീതിയോടെ വിധി കൽപ്പിക്കത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഇനി ചിലരുണ്ട്, ചില പാസ്റ്റർമാരൊക്കെ പറയുന്ന കേൾക്കാം, ഞങ്ങൾക്കെതിരെ പറഞ്ഞാൽ, പാസ്റ്റർമാർക്കെതിരെ പറഞ്ഞാൽ, പെന്തക്കോസ്തുകാർക്കെതിരെ പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുൾപിറ്റിൽ കയറി നിന്ന് ശപിക്കുന്ന ചില ടീമുകളുണ്ട്. അപ്പോൾ ഇവരോടും എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ നേരോടെ ആണെങ്കിൽ ആരും നമ്മളെ ഒന്നും പറയത്തില്ല അല്ലേ. പാസ്റ്റർമാരാണെങ്കിലും വിശ്വാസികളാണെങ്കിലും നമ്മൾ നേരോടെ ആണെങ്കിൽ ആരും ഒന്നും പറയത്തില്ല. നമ്മൾ കാണിക്കേണ്ട ചെറ്റത്തരം മുഴുവൻ കാണിച്ചു കഴിഞ്ഞിട്ട് വേറെ ആരെങ്കിലും എന്തെങ്കിലും അത് വിളിച്ചു പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ അങ്ങോട്ട് കിടന്നുകൊണ്ട് ശപിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊന്നും ഫലിക്കാൻ പോകുന്നില്ല. അതൊക്കെ ചുമ്മാ വെള്ളത്തിൽ വരച്ച വര പോലെ ഉള്ളൂ. കാരണം വചനം അറിയുന്ന വിശ്വാസികൾക്ക് അതൊന്നും കേട്ട് ഭയം ഉണ്ടാകത്തില്ല. പിന്നെ അതൊക്കെ കേട്ട് പേടിക്കുന്നതാരാ? വചനത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഒരറിവും ഇല്ലാത്ത വിശ്വാസികൾ കിടന്നുകൊണ്ട് എന്ത് പറഞ്ഞാലും ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാത്തവരെന്താണ്? അതൊക്കെ തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളയും. പോ പിശാച് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ടും അപ്പം തന്നെ അതിനങ്ങ് ചവറ്റുകൊട്ടയിലോട്ട് ഇടത്തേ ഉള്ളൂ. കാരണം എന്താണ്? നമ്മൾ നീതിയാണെങ്കിൽ മാത്രമേ ദൈവം നമ്മൾക്ക് വേണ്ടി നീതിയോടെ ഇറങ്ങി വരത്തുള്ളൂ കേട്ടോ. അല്ലാതെ പാസ്റ്റർ ആയതുകൊണ്ടോ അച്ഛനായതുകൊണ്ടോ മെത്രാനായതുകൊണ്ടോ വിശ്വാസി ആയതുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. നമ്മൾ നീതി പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾക്ക് വേണ്ടി നീതിയോടെ ദൈവം ഇറങ്ങി വരത്തുള്ളൂ.
ഇനി ഞാൻ വേറൊരാൾക്ക് പാര വെച്ചിട്ട് എനിക്ക് തിരിച്ച് പാര കിട്ടി കഴിയുമ്പോൾ ഞാൻ ദൈവമേ എനിക്ക് വേണ്ടി നീതി നടത്തണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റത്തില്ല. അത് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. കാരണം ഒരുവൻ എന്താ പറയുക, ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് അത് നല്ലതാകിലും തീയതാകിലും ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. അത് പുതിയ നിയമത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഓർക്കുക, അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചുള്ള പ്രതിഫലമേ നമ്മൾക്ക് ദൈവം തരത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൊണ്ട് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ദൈവം എന്ന് പറയുന്നത് ആരാണ്? ദൈവം മഹോന്നതനായ ദൈവമാണ്. ദൈവം രണ്ട് ഭാഗത്ത് അല്ലേ, നമ്മളിപ്പോൾ ഒരു കോടതിയിലൂടെ കേസിൻ്റെ ആവശ്യത്തിന് പോവുകയാണ്. അവിടെ പോയി കഴിയുമ്പോൾ നമ്മളിപ്പോൾ എന്താണ്, ഒരാളുടെ ഭാഗം മാത്രമാണോ കോടതി കേൾക്കുന്നത്? അല്ല, കോടതി രണ്ട് ഭാഗവും കേൾക്കും അല്ലേ. രണ്ട് സൈഡും കേട്ട് രണ്ട് സൈഡിൽ നിന്നുള്ള തെളിവുകളൊക്കെ പരിശോധിച്ചിട്ടേ കോടതി എന്ത് ചെയ്യത്തുള്ളൂ, വിധി കൽപ്പിക്കത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അതിനെ കഴിഞ്ഞും ത്തിലുമൊക്കെ എത്രയോ വലിയവനാണ് നമ്മളുടെ ദൈവം. ആ ദൈവം ചുമ്മാ ഞാൻ കിടന്നുകൊണ്ടും അല്ലെങ്കിൽ വേറൊരു വ്യക്തി കിടന്നുകൊണ്ട് എനിക്ക് വേണ്ടി നീതി ചെയ്യണം, എനിക്ക് വേണ്ടി നീതി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കത്തില്ല. കാരണം ദൈവം രണ്ടും നോക്കും. നീതി നീ അർഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് നീതി കിട്ടും, നീ അർഹിക്കാത്തതാണെങ്കിൽ ദൈവം നീതി തരത്തില്ല. കാരണം എന്താണ്, ഇപ്പറയുള്ള വ്യക്തിയും ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്, ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് നീതി നടത്തി തരണം, എനിക്ക് നീതി നടത്തി തരണം എന്ന്. അപ്പോൾ ഇത് രണ്ടും ദൈവം നോക്കും ഇല്ലേ. ഇനി ചില പാസ്റ്റർമാരുണ്ട്, അവർ വേറെ പാസ്റ്റർമാർക്ക് പാര വെക്കും, എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് ആരെങ്കിലും വിശ്വാസികൾ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇവരങ്ങ് കിടന്നുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾക്കെതിരെ പറഞ്ഞങ്ങനെ. നിങ്ങൾ പാസ്റ്ററാണ്, അതുപോലെ തന്നെ മറ്റേ വ്യക്തിയും പാസ്റ്ററാന്നേ. ഇനി അത് അച്ഛന്മാരുടെയും മെത്രാന്മാരുടെയും കാര്യം എടുത്താലും നിങ്ങൾ അച്ഛനാണ്, അപ്പുറയുള്ള വ്യക്തിയും അച്ഛനാണ്. നിങ്ങൾ മെത്രാനാണ്, അപ്പുറയുള്ള വ്യക്തിയും മെത്രാനാണ്. അല്ലാതെ ചുമ്മാ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് മാത്രം നീതിയും അപ്പുറത്തെ സൈഡ് ഓപ്പോസിറ്റുള്ളവർക്ക് നീതിയില്ലേ? അങ്ങനെയൊന്നുമല്ല. അത് ദൈവത്തിൻ്റെ വചനം നന്നായിട്ട് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. പിന്നെ എന്താണ്, നമ്മൾ നീതി എന്ന് പറയുന്നത് എടുത്ത് നമ്മൾ നീതിയോടെ നിൽക്കേണ്ടതും ആവശ്യമാണ്. അപ്പോൾ ദൈവം നമ്മളോട് നീതി കാണിക്കും. ഇനി നീതി കണ്ടിട്ട് നമ്മൾ നീതി അർഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ സംസാരിക്കാതിരുന്നിട്ടും കാര്യമുണ്ടോ? അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ നമ്മളെ എന്താ പറയുക, പാവികളെന്ന് പറഞ്ഞ് മുദ്ര കുത്തിവിടുന്ന ദൈവമൊന്നുമല്ല. നമ്മൾ നീതിയുള്ളവരായിരിക്കണം, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കണം, നീതിക്ക് വേണ്ടി സംസാരിക്കുന്നവരുമായിരിക്കണം. ഇതൊക്കെ നമ്മൾ പാലിച്ചു കഴിയുമ്പോഴേ ദൈവം നമ്മൾക്ക് വേണ്ടി നീതിയോടെ വിധി കൽപ്പിക്കുവാനായിട്ട് ഇറങ്ങി വരത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഇനി അതൊന്നും. ഇനി രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ്, എവിടെ ഇറങ്ങി തിരിച്ചാലും ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് മാത്രമേ നമ്മൾ പോകുവാനായിട്ട് പാടുള്ളൂ. ഇല്ല എങ്കിൽ നമ്മൾ എല്ലാത്തിനകത്തും ചെന്ന് തലവെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് ചിലപ്പോൾ ഊരിപ്പോരാൻ പറ്റിയെന്ന് വരത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഫൈനലി എന്താണ്, ദൈവം ദയാലുവോട് ദയാലുവാകുന്നു, അവൻ എന്താണ്, വക്രനോട് വക്രനുമാകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.